ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിറങ്ങിയപ്പോഴാണെങ്കിലും അമ്മ നല്ല അടിപൊളി കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് ചോറും അതുപോലെ കരിമീൻ കറിയും കരിമീൻ വറുത്തതും അതുപോലെ ഞണ്ട് റോസ്റ്റും പിന്നെ അമരക്ക ചെമ്മീൻ ഇട്ടിട്ടുള്ള കറി ഉണ്ടായിരുന്നു. അത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ കർക്കിടക മാസമായിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും കാണുന്ന കറിയാണ് താളുകറി. അപ്പോൾ അതേ താളുകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ താളുകറിയും മീൻ കറിയെ കൂട്ടി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ടേസ്റ്റ് ആയിരുന്നെന്ന് അറിയാമോ? അപ്പോൾ അത് ഞാൻ ചൂട് ചോറെടുത്തു, അതിനകത്തോട്ട് നമ്മുടെ കരിമീൻ കറി ഒഴിച്ചു കൊടുത്തു, പിന്നെ കരിമീൻ വറുത്തത്, ഞണ്ട് റോസ്റ്റ്, താളുകറി, പിന്നെ അതുപോലെ നമ്മുടെ അമരക്ക ചെമ്മീൻ ഇതെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറച്ചിക്കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും സൂപ്പർ കോമ്പിനേഷനായിട്ട് തോന്നിയത് ഈ മീൻചാറും ഈ താളുകറിയുടെയും കഴിക്കണമായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ മക്കളൊക്കെ നാട്ടിലോട്ട് ചെല്ലുമ്പോൾ അമ്മമാരൊക്കെ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുമല്ലേ. എന്തൊരു സ്നേഹമല്ലേ അവർക്ക് നമ്മളോട്. അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി നാടൻ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ദേ അനൂപേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങളിതേ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ പാച്ചൊക്കെ കൂടെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം തിരക്കിൻ്റെ ഇടയിൽ ചേച്ചിയുടെ ഒപ്പമുള്ള ഫോട്ടോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാനവിടെ ചേച്ചിയും അനുപേട്ടനും ഒന്ന് ജസ്റ്റ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനവിടെ എൻ്റെ വക കുറച്ച് ഫോട്ടോഷൂട്ട്സൊക്കെ ചെയ്തായിരുന്നു. എനിക്ക് പാച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്നായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴോ രാത്രി ദേ അമ്മ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു. അതപ്പം അമ്മ ദേ മുളകൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയും ഒക്കെ ഇട്ടിട്ട് ചാലിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ അതും പിന്നെ നമ്മുടെ നേരത്തെ കറികളൊക്കെ ഉണ്ടല്ലോ, തലേ ദിവസം ഉണ്ടായിരുന്ന കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ മത്തി ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിയിട്ട് നല്ല അടിപൊളി കഴിച്ചു. പിന്നെ ദേ അമ്മ അവിടെ നല്ല ചെമ്മീൻ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ബാംഗ്ലൂർക്ക് വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെമ്മീൻ അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. കണ്ടോ, അടിപൊളിയല്ലേ. പിന്നെ പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. ഇതേ രാവിലെ എഴുന്നേറ്റപ്പോഴാണെങ്കിൽ അമ്മ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ അമ്മ പുട്ട് പാച്ചുവിനും വാരി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്കും കിട്ടിയൊരു പിടി. പിന്നെ ഞങ്ങൾ പുട്ടും അതൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് നാട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് നാട്ടിൽ പോകാൻ നേരത്ത് ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക്. നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നത് ഭയങ്കര സങ്കടത്തിലായിരിക്കും. ദേ എൻ്റെ നാടൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുകയാണ്. നാടൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും അധികം ദിവസമൊന്നും നിൽക്കാറൊന്നുമില്ല. ജസ്റ്റ് ഒരു ദിവസമൊക്കെ നിൽക്കാനായിട്ട് പറ്റാറുള്ളൂ. അതും വെല്ലകാലത്തൊക്കെ പോകുന്നു, ഒരു ദിവസം ജസ്റ്റ് നിൽക്കുന്നു, പോരുന്നു. അവിടെ പോയാലും അവിടെയുള്ള ആൾക്കാരെ കാണാനോ വർത്തമാനം പറയാനൊന്നും സമയമൊന്നും കിട്ടാറൊന്നുമില്ല. നമ്മുടെയൊക്കെ ലൈഫ് ഒരു ബിസി ലൈഫായിപ്പോയി. പിന്നെ നാടൊക്കെ കാണുമ്പോൾ പണ്ടത്തെ ഓർമ്മകളും ഒത്തിരി സങ്കടമൊക്കെ തോന്നുന്നു. പിന്നെ ഇനി വീണ്ടും നമ്മുടെ ബാംഗ്ലൂർ ബിസി ലൈഫിലോട്ട്. അപ്പോൾ ദേ പോരുന്ന വഴിക്ക് ഞങ്ങൾ നമ്മുടെ പെരുമ്പടന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളെപ്പോൾ വരുമ്പോഴും ഞങ്ങൾ അഷ്ടമിച്ചിറ വഴിയാണ് വരാറ്. അപ്പോൾ അവിടെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇത്തവണ അവിടെയും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പാച്ചു ആണെങ്കിൽ അവിടെ രാവിലെ കയറിയപ്പോഴേക്കും പാച്ചു ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു. അതാണ് പാച്ചുവിനെ വീഡിയോയിലൊന്നും കാണാത്തത്. പിന്നെ പിന്നെ ഞാനും അനുപേട്ടനും കൂടി ഇങ്ങനെ കുറേയൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ എൻജോയ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ അഷ്ടമിച്ചിറയിലുള്ള മഹാദേവ ക്ഷേത്രം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി. നല്ല ഭംഗിയാണ് ഈ ക്ഷേത്രവും അതിൻ്റെ പരിസരമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാച്ചു ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും അനുപേട്ടനും ഇറങ്ങിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വിത്ത് സെബി എന്ന് പറയുന്ന ഒരു ചാനൽ, യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ കാണുമായിരുന്നു. അപ്പോൾ ആ ചാനലിൽ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ അഷ്ടമിച്ചിറ ക്ഷേത്രമൊക്കെ കാണുന്നത്. പിന്നീടാണ് ഞാൻ വരുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ കാറിലൂടെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഞാനിത് നോട്ടീസ് ചെയ്യുന്നതും. അങ്ങനെയാണ് ഇത്തവണ ഞങ്ങൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. അവിടെ കയറി തൊഴുതു. നല്ലൊരു അമ്പലം. നമുക്കെപ്പോഴും നാടും നമ്മുടെ നാട്ടിലത്തെ അമ്പലവും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. പണ്ടൊക്കെ എല്ലാ ദിവസവും അമ്പലത്തിലൊക്കെ പോകുമായിരുന്നു. കാരണം എൻ്റെ വീടിന് ചുറ്റും ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട്.
അപ്പം ഞങ്ങൾക്ക് വെളുത്താട്ടമ്പലമുണ്ട്, തലക്കാട്ടമ്പലമുണ്ട്, കാലുകുളങ്ങരയുണ്ട്, പിന്നെ പെരുമ്പടന്നേൽ ഇഷ്ടം പോലെ അമ്പലങ്ങളൊക്കെ ഉണ്ട്. ദേവീക്ഷേത്രവും സുബ്രഹ്മണ്യ ക്ഷേത്രവും അതുപോലെ ശിവക്ഷേത്രങ്ങളും എല്ലാം ഉണ്ട്. പെരുവാരത്ത് ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ പണ്ടൊക്കെ എപ്പോഴും പോകുമായിരുന്നു. പിന്നെ നമ്മൾ ഈ ബാംഗ്ലൂർ വന്നേ പിന്നെയാണ് അമ്പലത്തിൽ പോകുന്നതൊക്കെ കുറവാണ്. കാരണം ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഒരു രീതിയിലായിരിക്കില്ലല്ലോ അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. നമ്മുടെ വിജയനാപുരയിലുള്ള അയ്യപ്പ ക്ഷേത്രമുണ്ട്. അവിടെ ഞങ്ങൾ പോകാറുണ്ട്. എന്നാലും നാട്ടിലത്തെ അമ്പലങ്ങളൊക്കെ ഒരു നൊസ്റ്റു ഫീലിംഗ് ആണ്. അപ്പോൾ ദേ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതൊക്കെ ഇറങ്ങി. ഇനി ഞങ്ങൾ ഞങ്ങളുടെ ബാംഗ്ലൂർക്കുള്ള യാത്ര ഇനിയും തുടരുകയാണ്. അപ്പോൾ ദേ നമ്മുടെ ഹൈ റൈഡർ കൂട്ടനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലോട്ടാണെങ്കിലും നമ്മുടെ നാടെത്തുന്ന സമയത്താണ് ശരിക്കും കേരളം എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു പച്ചപ്പ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലും ഇഷ്ടംപോലെ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, നമ്മുടെ ആ ഒരു തമിഴ്നാട്ടിലുള്ള ആ ഒരു തെങ്ങിനൊക്കെ ഒരു പച്ചപ്പൊക്കെ കുറവാണ്. നമ്മുടെ നാടെത്തി കഴിയുമ്പോഴാണ് നമ്മുടെ ആ ഒരു തെങ്ങിൻ്റെയൊക്കെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ളൊരു നാടാണ് നമ്മുടെ കേരളം. അപ്പോൾ ദേ പിന്നെയും വീണ്ടും മലകളും മരങ്ങളും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ദേ നമ്മുടെ കുതിരാൻ തുരങ്കെത്തി. ഇനി ഇത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ നാടൊക്കെ വിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ബിസി ലൈഫിലോട്ട് പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. നാട്ടിലോട്ട് എത്തുമ്പോൾ ഇത് കാണുമ്പോൾ സന്തോഷമാണ്. പക്ഷേ തിരിച്ചു പോകുമ്പോൾ ഇത് കാണുമ്പോൾ ഒരു സങ്കടവുമാണ്. അപ്പോൾ ദേ നമ്മുടെ കുതിരാൻ തുരങ്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു ടോളുണ്ട്. ആ ടോള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിടെ ഒരു ടീ ഹബ്ബ് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ പണ്ട് ബസ്സിൽ പോകുമ്പോഴും എപ്പോഴും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങി ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അവിടെ കുറേ ലോട്ടറി കച്ചവടക്കാരെ ഉണ്ടായിരുന്നു. അവർ നമ്മളെ പൊതിഞ്ഞായിരുന്നു ലോട്ടറി എടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ദേ അവിടെ നിന്ന് ഞങ്ങൾ നല്ല അടിപൊളി ചൂട് ചായയും അതുപോലെ വടയും അതുപോലെ പത്തിരിയൊക്കെ കഴിച്ചു. പിന്നെ ദേ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ട്രാവൽ ചെയ്തു, നമ്മുടെ കാവേരിയൊക്കെ എത്തി. ദേ ഇനിയിപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ റോഡ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ ഇടയ്ക്കൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ദേ അവിടെ ദേ കുന്നും മലയൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ചായ കുടിക്കാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്രയൊക്കെ എൻജോയ് ചെയ്ത് ഞാനൊരു ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു ഒരു ക്വാളിറ്റി ടൈമാണിതെന്ന് പറയുന്നത്. പിന്നെ ദേ ഇടയ്ക്ക് എൻ്റെ അനിയൻ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു, അമ്മയൊക്കെയായിട്ട് സംസാരിച്ചു. പിന്നെ ദേ ഇടയ്ക്ക് മഴയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയപ്പോൾ നമ്മുടെ പാച്ചുക്കുട്ടൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഞങ്ങൾ കുറച്ച് റോളൊക്കെ വാങ്ങി കഴിച്ചു. വെജ് റോളും പനീർ റോളൊക്കെ വാങ്ങി കഴിച്ചായിരുന്നു. അതുപോലെ മഷ്റൂം റോളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇനി നമ്മുടെ ബാംഗ്ലൂർ എത്താറായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ നാട്ടിലോട്ടുള്ള യാത്രയും അവിടുത്തെ വിശേഷങ്ങളും തിരിച്ചു വന്നിട്ടുള്ള വിശേഷങ്ങളും. അതായത് ഞങ്ങൾ ഫ്രൈഡേ മോർണിംഗ് ആണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയത്. ഫ്രൈഡേ നൈറ്റ് ഞങ്ങൾ അവിടെ എത്തി. തിരിച്ച് സാറ്റർഡേ മാത്രം ഉണ്ടായിരുന്നു. സൺഡേ മോർണിംഗ് തിരിച്ചു പോരുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.